ഇന്നിപ്പോൾ ഇതാ ഞാൻ രാവിലെ എഴുന്നേറ്റ് പാടന്നെ നേരെ മോളൂൻ്റെ അടുത്തേക്കായിട്ട് നോക്കണം എന്താണ് അവളെ അവസ്ഥ, സുഖമുണ്ടോ, ഒക്കെ ഛർദ്ദിക്കാൻ വരുന്നുണ്ടോ എന്നൊക്കെ ഉള്ളത്. അവളാണെങ്കിൽ ഇന്ന് വാതിലൊന്ന് കുറ്റിയിടാതെയിട്ട് കിടന്ന് ഐറൂസ് ഉണർന്ന് കരയാണെന്നുണ്ടെങ്കിൽ ഞാൻ അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ കാണുന്ന ആ ഒരു വാതിലിൻ്റെ മുന്നിലുള്ള സോഫയിലാണ് ഞാൻ കിടന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഉറങ്ങുന്ന ഒരു അവസ്ഥ ഒരു 2 മണിക്കൊക്കെ കിടന്നതുകൊണ്ട് പിന്നെ എനിക്ക് ഒന്നും ഓർമ്മ ഉണ്ടായിരുന്നില്ല. പിന്നെ എണീറ്റ് പാടന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കിയപ്പോൾ കുഴപ്പമൊന്നുമില്ല. ഞാൻ വാതിൽ തുറന്നപ്പോഴാണെങ്കിൽ ആദ്യം സൗണ്ട് ഇട്ട് വന്നത് ഐറൂസ് ആട്ടോ. പിന്നെ ഓക്കൊന്ന് എന്താ പറയുക ഇപ്പോഴും ക്ഷീണം വിട്ട് മാറിയിട്ടില്ല. അപ്പോൾ രാവിലെ ഞാനൊരു കട്ടൻ ചായ ഉണ്ടാക്കി കൊടുക്കാമെന്ന് കരുതിയിട്ട് നേരെ കിച്ചണിക്ക് പോന്നു. കിച്ചണിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ കണ്ടില്ല, കിച്ചണിൽ ആകെ പാത്രങ്ങളൊക്കെ പരന്ന് കിടക്കണം. ഇന്നലെ ഹോസ്പിറ്റലിൽ നിന്നൊക്കെ വന്നതിന് ശേഷം പിന്നെ എനിക്ക് കഴുകി വെക്കാനൊന്നും തോന്നിയില്ല കേട്ടോ. ഒന്നുമേ നമ്മൾ ഗ്ലൂക്കോസൊക്കെ കയറ്റി ഒരു 2-3 മണിക്കൂറൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ തന്നെ ഒരുപാട് ലേറ്റ് ആയല്ലോ. പിന്നെ അത് കഴുകി വെക്കാനൊന്നും എനിക്ക് തോന്നിയില്ല. ഒന്ന് കിടന്നാൽ മതി എന്നുള്ള അവസ്ഥയായിരുന്നു. പക്ഷേ ഇന്നലെ ആണെങ്കിൽ ഐറൂസിനും പിന്നെ അവിടുന്ന് വന്നപ്പം ഭയങ്കര എന്തോ കളിച്ച് നടന്നുകാണ്ട് ഇങ്ങോട്ട് വന്നപ്പോൾ പിന്നെ തീരെ കണ്ണിൻ്റെ ഉള്ളിലില്ലേന്ന് കേട്ടോ. പിന്നെ കുറേ നേരം കഴിഞ്ഞിട്ട് അവൻ ഉറങ്ങിയത്. അപ്പോൾ ഇതാ ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് മടങ്ങി വരുന്ന വേക്ക് മോളുവിൻ്റെ ഹസ്ബൻഡ് കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു ക്ഷീണം വിട്ട് മാറാനായിട്ട്. പിന്നെ അവളെ മരുന്നും കാര്യങ്ങളൊക്കെയാണ് ഇത് കേട്ടോ. അപ്പോൾ മരുന്ന് കൊടുക്കുന്നതിന് മുന്നേ തന്നെ കുറച്ച് എന്തെങ്കിലും ചായ എന്തോ കുടിക്കണ്ട വിചാരിച്ചിട്ട് വേഗം ഒരു കപ്പ് ചായയൊക്കെ ഞാൻ ഉണ്ടാക്കി, കട്ടൻ ചായ ഉണ്ടാക്കി. കട്ടൻ ചായ വലിയ ഇഷ്ടമില്ലാത്ത ആളാണ്, എന്നാലും കട്ടൻ ചായ ഉണ്ടാക്കി. പിന്നെ ബണ്ണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, കഞ്ഞീൻ്റെ അരിയും കൊണ്ടുവന്നു കേട്ടോ. ഇന്നിപ്പോൾ ഫുള്ള് നമുക്ക് കഞ്ഞിയൊക്കെ കുടിച്ചൊന്ന് ലെവലാവാന്ന് കരുതി. ഇപ്പോൾ ഇതാ ക്ഷീണം അങ്ങനെ വിട്ട് മാറുന്നില്ല. എന്താണ് എന്ന് അങ്ങോട്ട് മനസ്സിലാവണില്ല. എന്തോ ഒരു ഫുഡ് ഇൻഫെക്ഷൻ ആണ് എന്തായാലും. അപ്പം ഛർദ്ദിച്ചങ്ങോട്ട് പോരുന്നില്ല. എന്നാൽ ഛർദ്ദിക്കാൻ വന്നിട്ട് ഒക്കെ ആകെ വയറും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടും ഉണ്ട് കേട്ടോ. എന്തായാലും ഞാൻ കട്ടൻ ചായ ഒക്കെ ഉണ്ടാക്കിയോളും മോറൊക്കെ കഴുകി വന്ന് ചായയും ബെണ്ണൊക്കെ കഴിക്കുന്നുണ്ട്. അപ്പോൾ കുടിച്ചിട്ട് വേഗം മരുന്നൊക്കെ കുടിച്ചുകൊണ്ടിരുന്നു പറഞ്ഞു. ഫ്രൂട്ട്സുകളൊക്കെ ഒരുപാടുണ്ട്, ഏതാ വേണ്ടേച്ചാൽ കഴിക്കാം. അത് പിന്നെ എൻ്റെ മെരുവിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഒന്ന് വാങ്ങാൻ പറഞ്ഞ എന്തെങ്കിലും ഒന്ന് വാങ്ങാൻ പറഞ്ഞാൽ പിന്നെ ഉള്ള കടയിലുള്ളതൊക്കെ ഇങ്ങോട്ട് വാങ്ങി വരും കേട്ടോ. ഇന്നലെ ഓളെന്തോ പേരക്ക എന്തോ കഴിക്കാൻ കൂതിന്, അതേപോലെ ക്ഷീണം മാറാൻ വേണ്ടിയിട്ട് ഇളനീര് വാങ്ങിയാലോ എന്ന് ചോദിച്ചത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. പിന്നെ ഫ്രൂട്ട്സ് കടയിൽ കയറിയിട്ട് ഇതായി കാണപ്പെട്ട സാധനങ്ങളൊക്കെ അങ്ങോട്ട് വാങ്ങിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഒരു ഉച്ചക്ക് വന്ന ടൈമിൽ തന്നെ അത്യാവശ്യം വെജിറ്റബിൾസും പിന്നെ പഴം കാര്യങ്ങളൊക്കെ ഓല് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പം തന്നെ കുറച്ച് ഫ്രൂട്ട്സൊക്കെ ഉണ്ട്. ഇപ്പം ഈ പപ്പായ, വത്തക്ക അങ്ങനെയൊക്കെ അപ്പം തന്നെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഇനി അതൊക്കെ തന്നെ ഫ്രിഡ്ജിൽ സാധനം കൊള്ളണില്ല. പിന്നെ ഇതൊക്കെ ഇവിടെ ടേബിൾ മേലെ ഞാനങ്ങനെ വെച്ചിട്ടാണ് പാത്രത്തിലിട്ടിട്ട് വേഗം കഴിച്ച് തീർന്നോട്ടെ എന്ന് കരുതി. ഇതുമൂനും ഒക്കെ കൊടുക്കുന്നുണ്ട്, എടുത്ത് കഴിച്ചോ എന്ന് പറഞ്ഞു. ഞങ്ങളാണ് റോബസ്റ്റ് പായം ഞങ്ങൾ ആദ്യം വാങ്ങിച്ച കുറച്ച് റോബസ്റ്റ് പായം ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ കൂടെ മേശപ്പുറം നിറച്ചു ഫ്രൂട്ട്സ് ഇങ്ങോട്ട് നിറഞ്ഞ് നിൽക്കുന്നുണ്ട്. എന്തായാലും ഓക്കെ ഞാൻ വേഗം എന്നെ കൊടുത്തു, ആ ഗുളിക കൊടുത്ത് ഇപ്പോൾ ഒന്ന് തല പൊന്തി അവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ വേഗം കഞ്ഞി വെക്കട്ടെ എന്ന് കരുതി. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു കഞ്ഞി എന്നാൽ എല്ലാവർക്കും കൂടി വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കണ്ട, അപ്പോൾ അതന്നെ മതി എന്ന് പറഞ്ഞത്. ഞായറാഴ്ച ദിവസം ആയതുകൊണ്ട് തന്നെ നമുക്കിന്ന് തിരക്കിട്ട് എണീറ്റ് പോരണ്ടാത്തതുകൊണ്ട് ഞാനാണെങ്കിൽ കുറച്ച് ലേറ്റായിട്ട് കേട്ടോ എണീറ്റതും ഒക്കെ ആക്കുമ്പോൾ ലേറ്റായി കിടന്നതുകൊണ്ട് മൂപ്പരൻ എന്നെ വിളിക്കാനൊന്നും നിന്നില്ല. ആദ്യം ഇന്ന് എണീറ്റത് എൻ്റെ ഹസ്ബൻഡായിരുന്നു. അപ്പോൾ എന്നെ വിളിക്കാനൊന്നും നിന്നില്ല, കാരണം ലേറ്റ് ആയിട്ടാണല്ലോ കിടന്നത്. ഞാൻ മാത്രമാണ് ഹോസ്പിറ്റലിലേക്കും പോയിട്ടുണ്ടായിരുന്നത്, ഞാനും മോളുൻ്റെ ഹസ്ബൻഡും. അപ്പോൾ ഞാൻ വന്നതിന് ശേഷമാണ് ഞങ്ങളെല്ലാവരും കിടന്നത്. പക്ഷേ മൂപ്പര് പിന്നെ എന്നെ വിളിക്കാനൊന്നും വന്നില്ല. പിന്നെ കുറച്ചൊരു ഞാനൊരു 8-8:30 ആപ്പിളായിട്ട് എഴുന്നേറ്റ്. അപ്പോൾ എന്നോട് പറഞ്ഞു ഇനി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി ഇനി സമയം കളയാൻ നിൽക്കണ്ട, കഞ്ഞി ഉപ്പ് വെക്കുമ്പോൾ അതുകൂടി എല്ലാവർക്കും കൂടി കഞ്ഞി വെച്ചാളാ കുടിച്ചോളൂ എന്ന് പറഞ്ഞു. പിന്നെ കുടിക്കാത്ത പിന്നെ ഇതും ആയിരിക്കും. പക്ഷേ ഓക്ക് ഇവിടെ നെയ്യപ്പവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇന്നലെ മോള് വന്നപ്പോൾ തന്നെ കൊണ്ടുവന്ന് കുറച്ച് നെയ്യപ്പും ഉണ്ണിയപ്പൊക്കെ അതൊക്കെ കൊടുക്കാമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഇപ്പോൾ ഞാൻ ഇതുമൂന്നാണ് ഇപ്പോൾ ഈ കട്ടൻ ചായ ഉണ്ടാക്കിയത് കേട്ടോ. രാവിലെ ചായയും പിന്നെ ഓള് മദ്രസിട്ട് വന്നപ്പോൾ ചായ ഉണ്ണിയപ്പം നെയ്യപ്പൊക്കെ കൊടുത്തു. അതങ്ങോട്ട് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യ്, അപ്പോൾ ഒരു കഞ്ഞിയൊക്കെ ആവും, അത് കുടിച്ചുകൊണ്ടിന്ന് പറഞ്ഞു. പിന്നാലതാ നമ്മളെ രാജാവ് ഐറൂസ് എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു ചായ വേണ്ടി വരും കരുതിയിട്ട് ഞാൻ ചായയൊക്കെ കൊടുത്തു വിടുക. പക്ഷേ അവൻ ചായ കുടിക്കാനും നിന്നില്ല. അവൻ അതൊന്നും വേണ്ട, പാല് മതി എന്നൊക്കെ പറഞ്ഞു. രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ ഞങ്ങൾ പാൽ കൊടുത്ത് തന്നെയാണ് അവന് ശീലം. അപ്പോൾ ഞാൻ വേഗം ഇനി പാലുണ്ടാക്കി കൊടുക്കാൻ ഈ വെള്ളമൊക്കെ ചൂടാക്കി അതിനുള്ള ഒരു പുറപ്പാടാണ് കേട്ടോ. അപ്പം ഈ സാധനങ്ങളും ബിസ്ക്കറ്റും കാര്യങ്ങളൊക്കെ ഒന്നിങ്ങനെ കാട്ടി കൊടുത്തിട്ട് അതൊന്നും ഒരു വേണ്ട. എന്നാൽ ഞാൻ വേഗം ആയിട്ട് അതാ പാലാണ് ഉണ്ടാക്കി കൊടുക്കുന്നത്. അത് ഉണ്ടാക്കി വെച്ചിട്ട് അതൊന്ന് ചൂടാറണല്ലോ. ആ സമയം ഞാൻ വേഗം പാത്രങ്ങളൊക്കെ കഴുകി വെക്കട്ടോ. ഇത് ഇന്നലെയുള്ള പാത്രങ്ങളാണ് അവിടെ കഴുകാനുള്ളതായിട്ട് കണ്ടിട്ട് ഒരു സമാധാനമല്ല. ഒക്കെ ഏതായാലും ഞാൻ അങ്ങനെ സിങ്കിലേക്ക് അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും അത് വേഗം കഴുകി വെച്ചതിന് ശേഷമാണ് പിന്നെ ഞാൻ പാല് കൊടുക്കാമെന്ന് കരുതി.
മതി. അപ്പോൾ ഇത് നല്ല സുഖാട്ടോ. ഇപ്പം പാത്രക്കാരൊക്കെ ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുണ്ട്. ഇപ്പോഴാണ് ആ ഒരു ഹൈറ്റിൻ്റെ ഒരു പ്രശ്നം തീർന്നപ്പോൾ എനിക്ക് ഭയങ്കര സുഖമാണ് ഒരു പാത്രം കഴുകാനായിട്ട്. പിന്നെ അത് മാത്രമല്ല സിങ്ക് അത്യാവശ്യം നല്ല കുണ്ടുള്ളതുകൊണ്ട് കുറേ പാത്രങ്ങൾ നമുക്ക് കൊള്ളൂട്ടോ. അപ്പോൾ ഞാൻ എല്ലാതും കഴുകാനുള്ള പാത്രങ്ങളൊക്കെ വേസ്റ്റൊക്കെ കളഞ്ഞിട്ട് അതിലേക്ക് ഇട്ടിട്ട് ഇങ്ങനെ കഴുകി വെക്കാനും നല്ല സുഖം. എനിക്കാണെങ്കിൽ 2 സിങ്ക് ഉണ്ടാവാൻ ഭയങ്കര ഇഷ്ടമുണ്ടായിരുന്നു കേട്ടോ. 2 സിങ്ക് വെച്ചിട്ടുള്ള ഒരു വാഷ് ബേസൊക്കെ. പക്ഷെ അതൊന്നും നടന്നില്ല പോട്ടെ. എന്നാലും ഇത് നല്ല അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ വേഗം ചായപാത്രം, ഇത് ഇന്നലെ ചായ ഉണ്ടാക്കിയ പാത്രമായിരുന്നു, അത് വേഗം കഴുകിയിട്ട് ഞാൻ ഫ്ലാസ്കിലേക്ക് പാരാനുള്ള വെള്ളമാണ് വെച്ചത്. ഇതുവരെ രാവിലെ എണീറ്റാൽ ഞാൻ ആദ്യം ചെയ്യുന്ന പണിയാണ് ഫ്ലാസ്ക് വെള്ളം പാരുക, മുറ്റമൊന്ന് അടിച്ച് തരാനൊക്കെ ഒന്ന് പോകുന്നത്. മുറ്റമൊക്കെ അടിച്ച് വാരിയിട്ട് 2-3 ദിവസമായി ഇറങ്ങാനൊന്നും പറ്റിയിട്ടില്ല. അങ്ങനെ ആകെ കുറേ പണികളും ഉണ്ട്. പിന്നെ മോളാണെങ്കിൽ തീരെ വയ്യാതെ നിൽക്കുക. നമുക്കൊരു മക്കൾ സുഖമില്ലാതായി കഴിഞ്ഞാലേ നമുക്കൊരു സമാധാനം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഞാൻ ഏതായാലും ഫ്ലാസ്കിലേക്ക് പാരാനുള്ള വെള്ളം വെച്ച് പാത്രങ്ങളൊക്കെ കഴുകിയതാണ്. പാത്രം വെക്കാനൊന്നും നമ്മളൊരു സെറ്റപ്പ് ഒന്നും റെഡി ആയിട്ടില്ല. ടോക്ക് സ്റ്റാൻഡും കാര്യങ്ങളൊന്നും വാങ്ങിയിട്ടില്ല. അപ്പോൾ ഞാൻ അവിടെ അങ്ങോട്ട് പാത്രം ആ വീതന്മേലെ അങ്ങോട്ട് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഐറൂസിനുള്ള പാലും ഉണ്ടാക്കിയാണ്ടാണ് ഞാൻ ഈ പോണത്. ഓന് വേഗം പാൽ കൊടുത്താൽ ഓന് വിശപ്പ് മാറാതെ തന്നെ നമുക്കൊരു സമാധാനം. ഇവിടെ വന്നാൽ പിന്നെ ഓനറിയാം ഞാനാണ് ഇവിടുത്തെ ഓൻ്റെ അമ്മച്ചി എന്നുള്ളത്. അപ്പം പിന്നെ അങ്ങനത്തെ ഒരു മോളൂന് വയ്യാതെ ഇരുന്ന് ഓന് അങ്ങനത്തെ പ്രശ്നമില്ല കേട്ടോ. അങ്ങനെ ഇവിടെ വരുമ്പോൾ മോളും അല്ലാത്ത സമയത്തും എല്ലായ്പ്പോഴും പിന്നെ ഞാൻ തന്നെയാണ് ഓന് ഫുഡ് കാര്യങ്ങളൊക്കെ കൊടുക്കാറ്. എനിക്കത് ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ. നമുക്ക് ഒരുപാട് പേര് കമൻറ്റ് ചോദിക്കാറുണ്ട്, മോളൂന് അതൊക്കെ ചെയ്തുകൂടെ ഇത് ചെയ്തുകൂടെ എന്നൊക്കെ ചോദിച്ചിട്ട്. ഇതൊക്കെ എനിക്ക് എന്താ ഐറൂസിന് ഫുഡ് കൊടുക്കുക എന്നൊക്കെ പറയുന്നതും അവൻ്റെ കാര്യങ്ങൾ നോക്കുക എന്നൊക്കെ പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമായതുകൊണ്ടാണ് ഞാൻ ചെയ്യണത് കേട്ടോ. ഐറൂസിന് അതറിയാം കേട്ടോ, ഞാൻ ഇവിടെ വന്നാൽ പിന്നെ അവൻ്റെ അമ്മച്ചി ഞാനാണ് എന്നുള്ളത്. അപ്പോൾ എന്തായാലും പാലൊക്കെ കുടിച്ചു, ഗുഡ് ബോയ് ആയി, കുറച്ച് ബാക്കിയാക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് നന്നാക്കി കഴുകി അപ്പം തന്നെ അങ്ങോട്ട് വൃത്തിയാക്കി വെച്ചു. പാല് കുടിച്ച പാടനെ ഞാൻ പിന്നെ അപ്പം തന്നെ കഴുകി വെക്കും കേട്ടോ. ചിലപ്പോൾ ചെറിയൊരു ചുടുവെള്ളത്തിലൊക്കെ കഴുകി വെക്കും. പിന്നെ രണ്ട് പാലുകുപ്പിയാണ് ഇപ്പോൾ ഉള്ളത്. ഓനിങ്ങനെ ഉപയോഗിച്ചിരിക്കുന്നത് 2 എണ്ണം ഉണ്ട്. അപ്പോൾ അത് രണ്ടും പിന്നെ കഴുകാനായാൽ ഞാൻ ഒരുമിച്ച് അങ്ങോട്ട് തിളപ്പിക്കുകയാണ് ചെയ്യാറ്, വേറെ ആവാതെ. അപ്പോൾ അതൊന്ന് തിളപ്പിക്കണം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഫ്ലാസ്കിലേക്ക് പാലുള്ള വെള്ളം തിളപ്പിക്കാൻ വെച്ചതുകൊണ്ട് അത് കഴിഞ്ഞിട്ട് ഇത് തിളപ്പിച്ചേക്കാന്നൊക്കെ കരുതി ഇതാ വേഗം ബാക്കിയുള്ള പാത്രങ്ങൾ കഴുകട്ടെ. ബാക്കിയുള്ള പാത്രം ഇതിപ്പോൾ പാലുണ്ടാക്കിയ പാത്രമാണ്. പിന്നെ കുറച്ച് ഗ്ലാസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാം ഒന്ന് റെഡിയാക്കി വെച്ചപ്പോഴേക്കും എന്താ വെള്ളമൊക്കെ തിളച്ചപ്പോൾ ഞാനത് ഫ്ലാസ്കൊക്കെ പാർന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ ഞാൻ ഡെയിലി രാവിലെ ചെയ്യുന്ന ഒരു പണിയാണിത്. എത്രയായാലും എനിക്ക് ഫ്ലാസ്കിൽ വെള്ളം നിറച്ചില്ല ഞാൻ എന്തോ ഒരു സമാധാനക്കേടാണ് കേട്ടോ. പെട്ടെന്നൊക്കെ ചായ അല്ലെങ്കിൽ ചുടുവെള്ളം, ഇവിടെ എൻ്റെ ഹസ്ബൻഡാണെങ്കിൽ എന്തായാലും ചുടുവെള്ളം കുടിക്കുള്ളൂ. അപ്പോൾ അങ്ങനെ ചോദിക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് ചുടുവെള്ളം ഇല്ലാഞ്ഞാലൊക്കെ ഒരു എന്തോ പോലെയാണ്. അപ്പോൾ ഞാൻ എപ്പോഴും ഫ്ലാസ്കിൽ നിറച്ചു പോകും. അപ്പോൾ എണീറ്റ് ആദ്യം എൻ്റെ പണി അതാണ്. അപ്പോൾ ഞാൻ പിന്നെ ഇന്നിപ്പോൾ നേരെ മോളുവിൻ്റെ കാര്യത്തിൽ അങ്ങോട്ട് തിരിഞ്ഞു നോക്കാൻ വയ്യാത്തതല്ലേ എന്ന് കരുതിയിട്ട് ഓളെ കാര്യത്തേക്ക് അങ്ങോട്ട് തിരിഞ്ഞതുകൊണ്ടാണ് പിന്നെ അത് നിറച്ച് വെക്കാഞ്ഞത്. ഇപ്പോഴാണ് അതൊക്കെ പാർന്നു. പിന്നെ ബാക്കി തന്നെ ഞാൻ തിളപ്പിക്കാനുള്ള കുപ്പി തിളപ്പിക്കാൻ വെള്ളം വെച്ച് അവിടെ കുപ്പിയൊക്കെ അതിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് അങ്ങോട്ട് അതിനെ കുപ്പി തിളപ്പിക്കാൻ വെക്കുമ്പോൾ അതിൻ്റെ മൂടി സംഭവങ്ങളൊക്കെ വേറെ ആക്കിയിട്ടാണ് ഞാൻ വെക്കൽ. അതിൻ്റെ നിപ്പിളും കാര്യങ്ങളൊക്കെ വേറെ ആക്കിയിട്ടാട്ടോ ചെയ്യാം. അങ്ങനെ പിന്നെ ഐറൂസ് അപ്പൊക്ക് കിച്ചണിലെത്തും. ഇപ്പോൾ ഓനെന്താ വെച്ചാൽ കളിക്കാൻ ഓൻ്റെ കളിപ്പാട്ട് ഉള്ളുപടെ നിലത്ത് ഇങ്ങനെ എൻ്റെ പാത്രങ്ങളൊക്കെ ഓന് കളിക്കാൻ പാകത്തിന് ഇങ്ങനെ കിടക്കില്ല. അപ്പോൾ ഓന് അടുക്കളയിലെത്തുമ്പോൾ ഓന് ഒരു പ്രത്യേക ഒരു ഉന്മേഷവും സന്തോഷമൊക്കെയാണ് കേട്ടോ. പിന്നെ ഞാൻ സോപ്പിട്ട് ഓനെ ഇവിടുന്ന് മെല്ലെ അടുക്കളയിൽ നിന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ള ഒരു ചെറിയ ക്ലീനിങ് ഒക്കെ ചെയ്തിട്ട് മീൻ കട്ട് ചെയ്യാണ് കേട്ടോ. നല്ല അലമീനാട്ടോ കിട്ടിയത്. അപ്പോൾ വേഗം അത് കട്ട് ചെയ്തൊന്ന് മസാല പുരട്ടി വെക്കാമെന്ന് കരുതി. ഇന്നലെ മോള് വന്നപ്പം കുറച്ച് ചീര കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. പിന്നെ മനസ്സിലെന്താ വെച്ചാൽ വേഗം ചീരത്തോരൻ ഉണ്ടാക്കണം എന്നാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഇലക്കറിയാണ് കേട്ടോ. മുരിങ്ങലിൻ്റെ ടേസ്റ്റും ചീര ഇലൻ്റെ ടേസ്റ്റ് വേറെ ആണല്ലോ. അപ്പോൾ ചീരൻ്റെ ടേസ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ അത് മീൻ കട്ട് ചെയ്യപ്പോക്കുന്നത് ഐറൂസ് വീണ്ടും കിച്ചണിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വാതിൽ തുറന്നിട്ട് ഞാൻ അടക്കാനാണെങ്കിൽ വിട്ടുപോയിട്ടോ. വാതിൽ തുറന്നിച്ച് കണ്ടോ ഇറങ്ങിപ്പോയി. അവിടെയാണെങ്കിൽ ഇപ്പോൾ ഒരുപാട് പണികളൊക്കെ നടന്ന് ആകെ കച്ചറായി കിടക്കണം. ഓരോ സാധനങ്ങളും ഓന് കിട്ടാൻ പാകത്തിന് ഇങ്ങനെ നിൽക്കാനല്ലോ. അപ്പോൾ ഓനാണെങ്കിൽ അതൊക്കെ കണ്ടിട്ട് കളിക്കാനായിട്ട് ഇറങ്ങി ഓടുകയാണ് കേട്ടോ. പിന്നെ അവിടുന്ന് ഞാൻ മീൻ കട്ട് ചെയ്യുന്നിടത്തുനിന്ന് അത് പിന്നെ കൈ കഴുകി പിന്നെ ഓനെ അവിടെ നിന്ന് എടുത്ത് പിന്നെ ഇതുമൂലെ കൊടുത്തതിന് ശേഷം ഞാൻ ബാക്കി മീൻ കട്ടൊക്കെ ചെയ്തതാ വൃത്തിയാക്കി കഴുകി വെച്ചിട്ടോ. അതിൽ മീനാകുമ്പോൾ പിന്നെ പെട്ടെന്ന് കഴിയുമല്ലോ, വേഗം പെട്ടെന്ന് മുറിക്കാൻ പറ്റുന്ന ഒരു മീനാണ് അല്ലേ. പിന്നെ ഇതാ കഞ്ഞി അപ്പോക്കിന് ജസ്റ്റ് 1-2 കൂക്കൊന്നുമില്ല. പിന്നെ കുറച്ച് കൂടുതൽ വെച്ചതുകൊണ്ട് തന്നെ പെട്ടെന്ന് വേവുമല്ലോ. ഈ കുറച്ച് അരി വെക്കുമ്പോൾ
മോളാണല്ലോ അല്ലേ വേഗം പണി. അപ്പോൾ ഇത് അത്യാവശ്യം എല്ലാവർക്കും ഉള്ളത് കൊണ്ട് മോളിത് അവിടെ കിടക്കുന്നുണ്ട്. ഓളവിടെ കുറച്ച് നേരം ഇങ്ങനെ ഈ കിടന്ന് മതിയാവുമ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനെ അടുക്കളയിൽ വന്ന് നിൽക്കും. പക്ഷേ ഓക്ക് ക്ഷീണം കൊണ്ട് പിന്നെ അവിടെ തന്നെ കിടക്കും. ഏതായാലും കഞ്ഞി ഇത് എല്ലാവർക്കും കൊടുക്കും. എൻ്റെ കെട്ടിയവൻ പിന്നെ ആദ്യമേ ഇഷ്ടമാണ് കേട്ടോ കഞ്ഞി. മൂപ്പര് പിന്നെ ഒരുവിധ പത്തനിക്കൊക്കെ കഞ്ഞി ഇട്ട് തരണത് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇപ്പോൾ ഒക്കെ എല്ലാവരും അങ്ങനെ കഞ്ഞി കുടിക്കുന്നത് ഭയങ്കര അത്ര നല്ലതല്ല എന്നൊക്കെ പറയുമല്ലോ. അതുകൊണ്ട് ഇങ്ങനെ മെല്ലെ മെല്ലെ ഒഴിവാക്കുകയാണ് കേട്ടോ. ചോറും കഞ്ഞിയൊക്കെ ഇപ്പോൾ വലിയ അങ്ങനത്തെ ഒരു നല്ല സംഭവം അല്ലല്ലോ. അപ്പം അതുകൊണ്ട് കഞ്ഞിയൊക്കെ അങ്ങനെയാണ് ഒഴിവാക്കിയതാണ്. അപ്പോൾ ഞാൻ കഞ്ഞിയൊക്കെ വെച്ച് കൊടുത്തും അതുപോലെ അതൊക്കെ കുടിക്കുന്നുണ്ട്. ഇതുമ്മും അപ്പോൾ ഇതുമ്മൂന് ഞാൻ കരുതി കഞ്ഞി ഇഷ്ടം ഉണ്ടാവില്ല എന്ന്. പക്ഷെ ഓൾ എന്ത് ചെയ്തു പറയാം, കഞ്ഞിക്ക് അച്ചാറും ഒക്കെ ഇട്ടിട്ട് നന്നായിട്ട് എല്ലാവരും കുടിച്ചതിനേക്കാളും ഓള് കുടിച്ചു കേട്ടോ. പിന്നെ മോളൂന് പിന്നെ ആദ്യം ഇഷ്ടമല്ല, മോളൂനും ഇഷ്ടമല്ല, നീനൂട്ടിക്കും ഇഷ്ടമല്ല കഞ്ഞിയൊന്നും. പക്ഷെ നിർബന്ധിച്ച് പിന്നെ ചീത്ത പറഞ്ഞ് കുടിപ്പിച്ച് കുറച്ചൊക്കെ കണ്ട് കുടിച്ചു. അവൾ എഴുന്നേറ്റ് പോയി. പിന്നെ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് കൊടുത്തിട്ടോ. കുറേ ഫ്രൂട്ട്സ് ഉണ്ടല്ലോ, അതൊക്കെ കട്ട് ചെയ്ത് വയറ്റിലാക്കിയിട്ടുണ്ട്. എന്തായാലും ഞാൻ പിന്നെ ഇതാ മീനൊക്കെ വേഗം മസാല പരട്ടി വെച്ചു. മീൻ കറി ഉണ്ടാക്കാനൊന്നും നിന്നില്ല, മസാല പറ്റി. ഇനിയിപ്പോൾ ഉച്ചക്കും കഞ്ഞി മതി എന്നാണ് എൻ്റെ കെട്ടിയോൻ്റെ ഒരു നിഗമനം. അപ്പോൾ എനിക്ക് കഞ്ഞി മതിയാണ്. അപ്പോൾ ഇതുമൂന്ന് ഇന്നലെ നമ്മൾ ലേസം നെയ്ച്ചോറ് വെച്ചപ്പോൾ ബാക്കിയുണ്ട് കേട്ടോ, കുറച്ച് ബാക്കിയുണ്ട്. അത് ഫ്രിഡ്ജിക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓക്ക് അതും അങ്ങോട്ട് ചൂടാക്കി കൊടുക്കാമെന്ന് കരുതി. ഇന്ന് ഫുള്ളൊരു ഉടായ്പ് ദിവസമാണ് കേട്ടോ. ശരിക്കുള്ളൊരു നമ്മൾ എന്താ പറയുക, ഫുഡ് ഉണ്ടാക്കിയിട്ടില്ല എന്നാൽ നമ്മൾ പണിയെടുക്കേണ്ടതൊക്കെ എടുത്തും ചെയ്തിന്. അങ്ങനെയുള്ളൊരു ദിവസമാണ് ഇന്ന്. പിന്നെ ഇതാ വേഗം ഐറൂസിന് ഫുഡ് കൊടുക്കാൻ നിന്നിട്ട് ഞാൻ മീനൊക്കെ മസാലയൊക്കെ തേച്ചതിന് ശേഷം ഇതാവുന് കുന്നമ്പായ്ക്കൻ്റെ പൊടിയാണ് വരകി കൊടുത്തത്. പിന്നെ അത് ബേബി വിത്തിൻ്റെ അത് വാങ്ങി കേട്ടോ. എല്ലാ ഫ്ലേവറിലും വാങ്ങിയിട്ടുണ്ട്, ഒരുവിധ എല്ലാ ഫ്ലേവറും വാങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു 4-5 സൈസ് ബേബി വിത്തിൻ്റെ പാക്ക് ഉണ്ട് കേട്ടോ. അതിൽ നിന്ന് ഞാൻ കുന്നമ്പായ്ക്കൻ്റെ ഇതാണ് കൊടുത്തത്. ഏലക്കായിട്ട് ടേസ്റ്റൊക്കെ ഉണ്ടായിട്ട് നല്ല അടിപൊളി സാധനമാണ് കേട്ടോ. അപ്പോൾ ഞാൻ 2-3 സ്പൂൺ എടുത്തിട്ട് പാലും ഒന്നും ചേർക്കാറില്ല. പിന്നെ പഞ്ചസാര ഇത്തിരി ഇട്ടിട്ട് അങ്ങനെ വിരകി കൊടുത്തു. ഇതാ കഴിക്കണുണ്ട്. അപ്പം ഓന് കഴിക്കണേ അടങ്ങിയിരുന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ ഈ ഫോൺ ഇട്ട് കൊടുക്കുന്നത്. അല്ലെങ്കിൽ ഓടി ഇനിയും കൂടി മോൾക്ക് ആ സ്റ്റെപ്പ് കയറി ഓടും, അതിൽ മുറ്റത്തൊക്കെ ഓടും. അപ്പം അങ്ങനെയൊക്കെ വേണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഫോൺ അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ ഒരു സ്ഥലത്ത് നിന്ന് ഇങ്ങനെ ഇരുന്ന് ഫുഡ് കൊടുക്കാമല്ലോ. അപ്പം അങ്ങനെ ഞാൻ അങ്ങനെ കൊടുത്തുകൊണ്ട് നിൽക്കുകയാണ്. മോള് അതിൻ്റെ എഴുന്നേറ്റ് പിന്നെ എഴുന്നേറ്റ് വരും, പിന്നെയും പോയി കിടക്കും. ക്ഷീണകാലം ഓന് എന്തെങ്കിലും കഴിച്ചോ എന്നൊക്കെ വന്ന് ഇങ്ങനെ നോക്കുകയാണ്. ഞാൻ കൊടുക്കണുണ്ട്, ഈ ഇടങ്ങറാണ്ട ഞാൻ കൊടുത്തുകൊണ്ട് എന്നൊക്കെ പറഞ്ഞ് പിന്നെ ഉള്ള അവിടെ തന്നെ പോയി കിടക്കും കേട്ടോ. എന്തായാലും ഓൻ എന്താ വയറ് നിറച്ച് ഫുള്ളും കഴിച്ചു. അപ്പോൾ ഒരു സമാധാനമാണ്, ഓൻ്റെ വയറ് നിറഞ്ഞാൽ നമുക്കൊരു സമാധാനമാണില്ലേ. അപ്പോൾ തന്നെ ഒരു 11:30-12 ആയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ മോളൂന് എന്തെങ്കിലും ജ്യൂസൊക്കെ എന്തെങ്കിലും അടിച്ച് കൊടുക്കാമെന്നൊക്കെ വിചാരിച്ചപ്പോഴാണ് എൻ്റെ ഹസ്ബൻഡ് ജ്യൂസ് അടിച്ച് കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. അത് മോളൂന് കൊടുത്തു നോക്കുമെന്നും പറഞ്ഞിട്ട്. അപ്പോൾ ഇതിൽ ഈ ഓറഞ്ചിൻ്റെ ജ്യൂസാണ്. പക്ഷേ ഇതിൽ നമ്മളൊരു തുള്ളി വെള്ളമോ അല്ലെങ്കിൽ പഞ്ചസാര ചേർത്തിട്ടില്ല കേട്ടോ. ആ ഒരു മുസമ്പി അടിച്ചിട്ട് ആ മെഷീനില്ലേ, മുസമ്പി ജ്യൂസ് അടിക്കണ ആ മെഷീനിൽ വെച്ചിട്ട് മെല്ലെ അടിച്ച് കൊണ്ടുവന്നൊക്കെയാണ്. അപ്പോൾ ഓളത് ഐറൂസിന് കൊടുത്തു നോക്കുമ്പോൾ ഓന് ഇങ്ങനെ അങ്ങനെ വല്ലാതെ പറ്റില്ല. ഇനി മധുരം ഇല്ലാത്തതുകൊണ്ടായിരിക്കും ഓൻ വല്ലാതെ അങ്ങോട്ട് കുടിച്ചില്ല കേട്ടോ. അപ്പോൾ അത് കുടിക്കാണ്ടപ്പോൾ ഇതുമൂന്ന് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഓക്ക് 2 ഓറഞ്ച് എടുത്തിട്ട് ഇതാ ഈ ഒരു മെഷീനിലാട്ടോ ഞാൻ പറഞ്ഞത്. ഇത് വാങ്ങിയിട്ടൊരു 20 കൊല്ലമായിട്ടുണ്ടാവും. കാരണം നീനൂട്ടി ഉണ്ടാവണതിന് മുന്നേ വാങ്ങിയൊരു മെഷീനാണ് കേട്ടോ. ഇപ്പോഴും ഭയങ്കര പിന്നെ എന്താ പറയുക ഉപകാരമുള്ളൊരു സംഭവമാണിത്. അപ്പോൾ പിന്നെ അങ്ങനോ നമ്മൾ കുരും തോടും വേണ്ടാത്ത സംഭവങ്ങളൊക്കെ അവിടെ തങ്ങി നിൽക്കും. ബാക്കി നീര് മാത്രം ഇങ്ങോട്ട് ഫ്രഷ് ആയിട്ട് ഇങ്ങോട്ട് കിട്ടും. ഞാൻ ഇങ്ങനെ അടിച്ചു കൊടുക്കുമ്പോൾ നീനൂട്ടിക്ക് അതിൻ്റെ ഇതൊക്കെ ഉണ്ടായിരുന്നല്ലോ, എന്താണ് ചിക്കൻ ബോക്സ് ഉണ്ടായിരുന്നല്ലോ. അതുണ്ടായ സമയത്തൊക്കെ ഞാൻ മുസമ്പി ജ്യൂസ് ഇങ്ങനെ കൊടുക്കൽ ഇതിലായിരുന്നു. അന്ന് ഡോക്ടറാണെങ്കിൽ മുസമ്പി ജ്യൂസ് കൂടുതൽ കൊടുക്കാനും ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് നല്ല സുഖമായിരുന്നു. ഞാനത് വാങ്ങിയിട്ട് മുസമ്പി വാങ്ങിയിട്ട് ഇതിലങ്ങനെ അടിച്ച് കൊടുക്കലായിരുന്നു. ഒരു തുള്ളി വെള്ളവും ആവില്ല, പിന്നെ പഞ്ചസാര ഇടേണ്ട, നല്ല അടിപൊളി നല്ല ജ്യൂസ്, പ്യുവർ ജ്യൂസ് അങ്ങോട്ട് കിട്ടും കേട്ടോ. ഏതായാലും മോളൂന് ഒരു ഗ്ലാസ് കൊടുത്തു, ഓളത് കുടിച്ചു. പിന്നെ ഇതുമൂന്ന് ഒരു ഗ്ലാസ്സൊക്കെ ഉണ്ടാക്കി കൊടുത്തു. ഞാൻ പിന്നെ അതൊന്നും കുടിക്കാൻ, ജ്യൂസ് ഐറ്റംസ് ഒന്നും കുടിക്കാൻ നിന്നില്ല കേട്ടോ. എനിക്ക് എപ്പോഴും പേടിയാണ് ജ്യൂസൊക്കെ കുടിക്കാൻ. വെയിറ്റിൻ്റെ കാര്യത്തിൽ ആ ഒരു കലോറി ആലോചിക്കുമ്പോൾ എനിക്ക് പേടിയാട്ടോ. അപ്പോൾ ഞാൻ പിന്നെ ഇതാ നമ്മുടെ ഇന്നത്തെ വിഭവമായ ചീരത്തോരൻ ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ്. ഇപ്പോൾ ഇതുമ്മൂൻ്റെ അടുത്ത് ഇങ്ങനെ കളിക്കുന്നുണ്ട് ഐറൂസ്. അപ്പോൾ ആ സമയത്ത് ഞാനൊന്ന് തുടങ്ങിയത്. പക്ഷേ അപ്പോൾക്ക് ഞാൻ ഇവിടെ കിച്ചണിൽ പണിയെടുക്കുക എന്ന് കണ്ടപ്പോഴേക്കും പിന്നെ കിച്ചണിലെത്തി അവിടെ എന്തൊക്കെയോ പരിപാടി ഉണ്ട് കേട്ടോ. പിന്നെ എന്തെങ്കിലും ചെയ്യട്ടെ, ഓൻ്റെ വെറുതെയൊക്കെ കാട്ടട്ടെ, പിന്നെ നന്നാക്കി വെക്കാൻ ഞാൻ ഏതായാലും ഇത് ചീര ചെറുതാക്കി ഇങ്ങനെ അരിഞ്ഞുണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ഈ ഹൈറ്റ്
റെഡി ആയതുകൊണ്ട് ഇപ്പം അരിയാനൊക്കെ നല്ല സുഖമാണ് കേട്ടോ. മറ്റേത് ഞാൻ ആ ഒരു വീതനമെന്ന് ഇങ്ങനെ അറിയുമ്പോഴേ ഞാനും കൂടി ഒന്നും കൂടി കുമ്പിട്ടിട്ട് വേണ്ട അറിയാൻ. അപ്പോൾ ഇപ്പോഴാണ് എനിക്ക് അതിൻ്റെ മാറ്റം മനസ്സിലാണ്. ആദ്യം നമ്മളതങ്ങനെ അതിലിങ്ങനെ ചെയ്യുമ്പോൾ അത്ര കേട്ട് നമുക്ക് മനസ്സിലാവില്ലല്ലോ. ഇപ്പോൾ ആണ് നമുക്ക് മനസ്സിലാവുന്നത് അതിൻ്റെ ഒരു ഡിഫറൻറ്റ്. അപ്പോൾ എന്തായാലും ഞാനതൊക്കെ നല്ല കഴുകി അവിടെ തന്നെ പുറത്ത് കൊണ്ടുപോയി കഴുകണം, ബക്കറ്റിലൊക്കെ ഇട്ട് കഴുകണം ചീര എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ പിന്നാലെ അങ്ങോട്ട് ഐറൂസ് പോരുമെന്ന് പേടിച്ചിട്ട് ഞാൻ പിന്നെ അവിടെ നിന്ന് തന്നെ സിങ്കിൽ നിന്ന് തന്നെ കഴുകി നന്നായിട്ട് കഴുകി ഇങ്ങനെ കട്ട് ചെയ്ത് അതിൻ്റെ വലിയ വീതിയുള്ള വലിയ തണ്ടൊക്കെ ഞാൻ ഒഴിവാക്കും കേട്ടോ. അല്ലാതെ തന്നെ നല്ലോണം ഉണ്ട്. ഇനി ഒരു കെട്ടു ഫ്രിഡ്ജിലുണ്ട്. അപ്പം ഞാൻ വേഗം പിന്നെ അതങ്ങോട്ട് ചെറുതാക്കി അരിഞ്ഞിട്ട് തേങ്ങ ചിരണ്ടി അതിലേക്ക് പച്ചമുളക് ഇട്ടിട്ടുണ്ട്, വെളുത്തുള്ളിയും ചീരുള്ളി ഇട്ടിട്ടുണ്ട്, പിന്നെ കുറച്ച് മുളകും പൊടി ഇട്ടിട്ടോ. എനിക്കൊരു ചെറിയൊരു മഞ്ഞ കളർ മുളകും പൊടി മഞ്ഞപ്പൊടി ഇട്ട് മഞ്ഞ കളർ കാണാൻ വേണ്ടിയിട്ട് അതൊക്കെ ഇട്ട് തേങ്ങ ഒന്ന് ജസ്റ്റ് ഒന്ന് ചതക്കി എടുത്തു. എന്നിട്ട് പിന്നെ നമ്മൾ ചീരൻ്റെ ഇലയിൽ അതങ്ങോട്ട് തേച്ചു. ആ തേങ്ങ ചതക്കിയത് ഞാൻ ചീരൻ്റെ ഇലയിൽ കുഴച്ചിട്ട് ആവശ്യത്തിന് ഉപ്പ് ഇടും. എനിക്ക് പിന്നെ ചീരൻ്റെ ഇലയിലും മുരിങ്ങൻ്റെ ഇലയിലൊക്കെ ആയാലും അധികം ഉപ്പുണ്ടാണ് ഇഷ്ടമല്ല കേട്ടോ. അല്ലെങ്കിൽ പൊതുവെ എനിക്ക് ഭക്ഷണത്തിൽ കൂടുതൽ ഉപ്പുള്ളത് ഇഷ്ടമല്ല. അപ്പം ഞാൻ പിന്നെ ചീരൻ്റെ ഇലയൊക്കെ ആകുമ്പോൾ പിന്നെ അത് വേകുമ്പോൾ ഒന്നും കൂടി കഴിച്ചല്ലോ. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പിട്ടിട്ടുള്ളൂ. പിന്നെ മസാല തേച്ച് വെച്ച് പിന്നെ കടുക് പൊട്ടിച്ചുകൊണ്ട് അധികം അങ്ങോട്ട് ഇട്ടു. അധികം വെളിച്ചെണ്ണയൊന്നുമില്ല. ഇനിയിപ്പോൾ എന്ത് തൂമിച്ചാലും കാണൂലല്ലോ. അപ്പോൾ ഇത്തിരി കടുക് ഇട്ടൊന്ന് ജസ്റ്റ് എണ്ണ പൊട്ടിച്ചിട്ട് അതിലേക്ക് അതിട്ട് ഒന്ന് വേവിച്ച് അങ്ങനെ എടുത്തിട്ടോ. വെന്ത് വന്നപ്പോഴേക്കും അതിൻ്റെ അടിയിൽ ഇച്ചിരി ഉള്ളൂ. എന്നാലും നമുക്ക് കഴിക്കാനുള്ളതൊക്കെ അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ഞാൻ ഒരു അടുപ്പത്ത് മീൻ പൊരിക്കാനും വെച്ചു. മറ്റേ അടുപ്പത്ത് നമ്മൾ നെയ്ച്ചോറ് ഇന്നലെ വെച്ച് നെയ്ച്ചോറാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യമൊക്കെ ഉണ്ട്. അപ്പം എൻ്റെ ഹസ്ബൻഡിനും ഇതുമ്മൂനും കഴിക്കാനുള്ളതുണ്ട് കേട്ടോ. അപ്പോൾ അതും നന്നാക്കി ഒക്കെ ഒന്നിങ്ങനെ ചൂടാക്കിയും വേവിച്ചൊക്കെ എടുക്കുകയാണ്. നമ്മൾ ചീര റെഡി ആയിട്ടുണ്ട്. പിന്നെ നെയ്ച്ചോറാണിത്. അത് നന്നായിട്ട് ഉടച്ച് വേവിച്ച് ഇന്നലെ നമ്മൾ ഉച്ചക്ക് പിന്നെ 2 വട്ടം വെക്കേണ്ടി വന്ന് ചോറ്. ഇന്നലെ ഞങ്ങൾ ചോറ് വെച്ചതിന് ശേഷമാണ് മോള് വരുന്നുണ്ട് എന്ന് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് പിന്നെ രണ്ടാമത് ചോറ് വെച്ചിട്ടുണ്ടായിരുന്ന ആ ചോറാണത്. അതുകൊണ്ട് ഫ്രഷാണ്. പിന്നെ നമ്മൾ കുറച്ച് രാത്രിക്കത്തെ ഫുഡ് കഴിക്കെല്ലാം കഴിഞ്ഞ പാടെ തന്നെ ഫ്രിഡ്ജിക്ക് വെച്ചതാണ് കേട്ടോ. അപ്പോൾ അതോടെ ഈ മീനും വെന്ത് സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കാം അല്ലേ. അപ്പോൾ എല്ലാവരും ഒരുമിച്ചിരുന്ന് അങ്ങോട്ട് ഫുഡ് കഴിക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഇങ്ങനെ സൺഡേ ദിവസം മാത്രമാണ് ഇങ്ങനെ അധികം എല്ലാവരും ഒരുമിച്ചുണ്ടാവില്ല. ഇതും ആദ്യം തന്നെ നല്ല വിശക്കണുണ്ട്, കഞ്ഞിയല്ലേ, കഞ്ഞി പെട്ടെന്ന് ദഹിച്ചു പോയിട്ടുണ്ടാവും. അപ്പോൾ പെട്ടെന്ന് വിശക്കണുണ്ടെന്ന് പറഞ്ഞ് ഓക്ക് ഞാൻ കൊടുത്തു. പിന്നെ ചീര ഓക്ക് വലിയ താല്പര്യമില്ല. താളിപ്പാണെങ്കിൽ ഓക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. പിന്നെ ഞാനിന്ന് എനിക്ക് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയത്. പിന്നെ ഇന്നലത്തെ ചിക്കൻ കറി ഉണ്ട്, അതും ചൂടാക്കി വെച്ചു. പിന്നെ തോരനും എടുത്തു. മീൻ പിന്നെ ഓരോരുത്തർക്കും ഓരോന്നാക്കിയിട്ടാണ് പൊരിച്ചത്. ഇതും മോളൂന് വേണമെന്ന് അറിയില്ലല്ലോ. ഐറൂസിനെ ഉറക്കാൻ പോയിട്ടോ. അപ്പോൾ പിന്നെ ഐറൂസ് ഇന്ന് നേരത്തെ എഴുന്നേറ്റിട്ടുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് വേഗം 2 മണിയായപ്പോൾ തന്നെ ഉറങ്ങാൻ പോയി. 2 മണി ആയിട്ടില്ല, 1:30 ആയിട്ടുള്ളൂ. അപ്പോൾ പിന്നെ ഉറങ്ങാൻ പോയി. അപ്പം പിന്നെ ഞങ്ങൾ 3 കൂടിയാണ് പിന്നെ ഫുഡ് ഒരുമിച്ച് കഴിക്കാൻ കേട്ടോ. അപ്പം എൻ്റെ ഹസ്ബൻഡിന് ചീരത്തൂരിനും മീൻ പൊരിച്ചതും ചോറൊക്കെ നല്ല ഇഷ്ടമായി. പിന്നെ വേണമെങ്കിൽ കുടിച്ചോട്ടെ എന്ന് കരുതി ഞാൻ രാവിലത്തെ കഞ്ഞി കുറച്ച് ചൂടാക്കിയിട്ട് അതും അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം വെള്ളം കുടിച്ചാൽ മതി ഇല്ലെങ്കിൽ വെള്ളം കുടിച്ചോട്ടെ എന്ന് കരുതി ചൂടുവെള്ളം കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട്. പിന്നെ തൈരും ഉണ്ട്. ചീരൻ്റെ ഇലയ്ക്ക് തൈര് കൊഴിച്ചിട്ട് ഒന്ന് കഴിച്ച് നോക്ക് മക്കളെ, അടിപൊളി ടേസ്റ്റാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു സംഭവം. അപ്പോൾ തൈരിൽ ഉള്ളിയൊക്കെ ഇട്ട് അടിപൊളിയാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും പിന്നെ 2 മുട്ടയും ഒരു മീനാണ് ഞാൻ ഒന്ന് ഉച്ചക്ക് കഴിക്കുന്നത്. രാവിലെ ഞാൻ സത്യം പറഞ്ഞാൽ ഒന്നും കഴിച്ചില്ല, ഒരു ചായ മാത്രമേ അങ്ങനെ കുടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇതുമ്മ കഴിച്ച് നെയ്യപ്പത്തിൻ്റെ ഒരു ചെറിയൊരു പീസും അങ്ങനെ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എനിക്ക് നല്ല വിശപ്പുണ്ട്. പക്ഷേ ചോറൊന്നും ഞാൻ കഴിച്ചില്ല കേട്ടോ. അപ്പോൾ ഒരുപാട് പേര് ചോദിക്കാറുണ്ട് എന്താണ് ഡയറ്റ് നിർത്തിയോ അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. സത്യം പറഞ്ഞാൽ ഡയറ്റ് നിർത്തിയോ എന്ന് ചോദിച്ചാൽ നിർത്തിയിട്ടില്ലാണ്. എന്നാൽ ചെയ്യുന്നുണ്ടോ വെച്ചാൽ ഇപ്പോൾ വീഡിയോ ഒക്കെ എടുക്കാൻ മാത്രം സ്ട്രിക്റ്റിൽ അങ്ങോട്ട് ചെയ്യണമില്ല കേട്ടോ. അല്ലെങ്കിൽ എനിക്ക് നെഗറ്റീവ് കമൻറ്റാണ്, നിങ്ങൾ എന്ത് ഡയറ്റാണ് മെറ്റാണ് മറിച്ചാണെന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് എപ്പോഴും ഒരു നെഗറ്റീവാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ വീഡിയോ എടുക്കാത്തത്. അപ്പം ചെറിയ രീതി ഞാൻ ഏതെല്ലാം അരിഭക്ഷണം അങ്ങനെ ഒന്നും കഴിക്കണമില്ല, ഒരു രീതിയിൽ ഇങ്ങനെ പോകുന്നുണ്ട്, വലിയ കുഴപ്പമില്ലാതെ. അപ്പോൾ അടുത്ത ആഴ്ച മുതലെങ്കിലും സ്ട്രിക്റ്റായിട്ട് തുടങ്ങണമെന്നുണ്ട്. അപ്പം അത് വീഡിയോ ആയിട്ട് ഇടണമെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യണം. നിങ്ങളെ പിന്നെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ വീഡിയോ ആയിട്ട് ഇങ്ങനെ വെയിറ്റ് ലോസിൻ്റെ വീഡിയോ ആയിട്ട് ഇടാൻ ഉദ്ദേശിക്കണുള്ളൂ കേട്ടോ. കാരണം ഞാൻ ഇങ്ങനെ ഇടയ്ക്ക് തെറ്റിക്കണോണ്ട് ഒരുപാട് പേര് എനിക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ അങ്ങനെ നമ്മളൊപ്പം ചെയ്തിട്ട് പെട്ടെന്ന് തെറ്റിക്കുമ്പോൾ ഇപ്പോൾ ഈ വീട് പണിയൊക്കെ ആയതുകൊണ്ടാണ് ഇപ്രാവശ്യം തെറ്റിപ്പോയത് കേട്ടോ. എന്തായാലും അടുത്ത ആഴ്ച ചെയ്യണമെന്നുണ്ട്. നിങ്ങളെ അഭിപ്രായമൊക്കെ ഒന്ന് പറയണം. ഏതായാലും അപ്പോഴേക്ക് തിരക്കൊക്കെ ഒന്ന് കുറയൊന്ന് വിചാരിക്കണം കേട്ടോ. പിന്നെ ഒരുപാട് പാത്രങ്ങൾ കഴുകാനുണ്ട്. മോളൂന് ഞാൻ ഗോതമ്പ് ദോശയാണ് കേട്ടോ ഉണ്ടാക്കി കൊടുത്തു. ഇന്നലത്തെ പഴയ ചോറ്
ചോറല്ലേ, അപ്പോൾ അത് കൊടുക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഓക്കെ ഞാൻ ഗോതമ്പ് ദോശ വെളിച്ചെണ്ണ ആക്കാതെ ജസ്റ്റ് ഒന്ന് കൊടുക്കുന്നുണ്ട്. പിന്നെ മീൻ മസാലയൊക്കെ കളഞ്ഞിട്ട് കഴുകി കളഞ്ഞിട്ട് ഓക്കെ എരിവൊന്നും വേണ്ടല്ലോ എന്ന് കരുതി അങ്ങനെ പൊരിച്ച് കൊടുക്കുകയാണെന്ന്. ഉച്ചയ്ക്ക് അത് കഴിക്കാമെന്ന് പറഞ്ഞ് മരുന്ന് കൊടുക്കാനുള്ള അല്ലേ, പിന്നെ ജ്യൂസും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കാമെന്ന് കരുതി. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ വെയിറ്റ് ലോസിൻ്റെ കാര്യം എന്തായാലും നിങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പം പാത്രങ്ങളൊക്കെ കഴുകി വെക്കാനും വൃത്തിയാക്കാനും ഒരുപാട് പണികളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ അതൊക്കെ പാടെ കാണിച്ച് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. ഒരു ചെറിയൊരു കുഞ്ഞു വീഡിയോ ആയിട്ട് വന്നതാണ് കേട്ടോ, വിശേഷങ്ങളൊക്കെ ആയിട്ട്. അപ്പം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പം നമുക്ക് എന്തായാലും അടുത്ത വീഡിയോയിൽ അടുത്ത വിശേഷങ്ങളായിട്ട് കാണാം. ബൈ ബൈ.